യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു 150-200 കിലോമീറ്റർ അപ്പുറത്തു നിന്നുള്ള ആൾക്കാർ പള്ളി സന്ദർശനം എന്ന് പറയും. ഞങ്ങളുടെ ഇപ്പോൾ ഈ നോയമ്പ് കാലത്ത് 14 പള്ളി സന്ദർശിക്കുന്ന പോലെ എല്ലാ പള്ളികളും സന്ദർശിച്ച് നടക്കുന്നത് മണ്ഡല എന്ന് പറഞ്ഞ രൂപതയെന്ന് ഇടവകയിൽ നിന്ന് കുറേ ആൾക്കാർ 10-50 പേര് ഉണ്ടായിരുന്നു. അവർ വന്ന് 2-3 പള്ളി കഴിഞ്ഞ് ഈ പള്ളി ചേട്ടൻ്റെ പള്ളിയിൽ കത്തീഡ്രൽ പള്ളിയിൽ വന്ന് പരിപാടി കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ ഈ ബജറങ്കാൾ എന്ന് പറഞ്ഞ ആൾക്കാർ വന്ന് അവരെ ജയിലിലേക്ക് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അത് എന്താണ് സംഭവം എന്ന് ചോദിക്കാൻ ചേട്ടനും അവിടുത്തെ പ്രൊക്കുറേറ്ററും പോയി. അപ്പോൾ ഇപ്പോൾ അവരെ മുമ്പിലും തള്ളിലായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി, ഇങ്ങനെ പ്രശ്നമായി. ഒന്നും ആയിട്ടില്ല. ഇല്ല, ഇപ്പം അത് പോലീസ് SP ആയിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നടപടി എടുത്തിട്ടില്ല ഈ നേരം വരെ. അത് നമ്മുടെ ലോക്സഭയിലും പറഞ്ഞു, എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്. അവിടെ ചോദ്യം ഉണ്ടായപ്പോൾ അതിന് മറുപടി അവർ പറഞ്ഞിട്ടുണ്ട് എല്ലാം നടപടി എടുക്കുന്നു. മറ്റേ നമ്മുടെ കാര്യങ്ങൾ നോക്കണ മന്ത്രി, ന്യൂനപക്ഷ മന്ത്രി റിജി, ആളെല്ലാം ചെയ്യാന്നാണ് പറഞ്ഞത്. എത്ര കാലമായിട്ട് ആളവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? ആള് 49 കൊല്ലമായിട്ട് അവിടെ സ്വന്തമായിട്ട് അല്ല രൂപതയ്ക്ക് വേണ്ടിയിട്ട് സ്കൂള്, കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ലോ കോളേജ് എല്ലാം പണിതിട്ടുള്ളതാണ്. ഇതേപോലെ മണ്ഡലയില് പള്ളി പണിത് ആ പള്ളി പൊളിച്ചിട്ടുണ്ട് അവര് ചേട്ടായിരിക്കുമ്പോൾ. ആശങ്ക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സേവനം ചെയ്യുന്ന ആൾക്കാരെ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ നമുക്കും വീട്ടുകാർക്ക് പ്രശ്നമായി. വേറൊരു തോക്ക് മതിയല്ലോ ഇത് എല്ലാം അവസാനിപ്പിക്കാൻ. ഈ ഇടിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അവരെ കയ്യുമ്പോൾ ഒരു കാണുന്ന മോതിരവും മാലയും കാണുമ്പോൾ തന്നെ പേടിയാണ്. കയ്യിൽ ആയുധം പോലത്തെ ഒരു സാധനം അത്. ആ സാധനം ഇട്ട് ഇടിക്കാന്ന് പറഞ്ഞാൽ ബാക്കിൽ നിന്ന് ഇരിക്കുമ്പോൾ അത് നല്ലൊരു ലോഡായിരിക്കും. അല്ല, നമ്മളെ സംബന്ധിച്ച് ഇതിലൊരു കേസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാലേ വലിയ ക്ഷീണല്ലേ. സുരേഷ് ഗോപി ഇന്ന് ചോദിച്ചപ്പോൾ എന്ത് മറുപടിയാണ് പറഞ്ഞത്? അദ്ദേഹം ഈ നിയമമണ്ഡലത്തിലെ ജനപ്രതിനിധിയല്ലേ, ഈ നിയമമണ്ഡലത്തിലെ ഒരു കുടുംബാംഗമല്ലേ ഈ അച്ഛൻ. സ്വാഭാവികമായും ആ ജനങ്ങളോട് ചെയ്യേണ്ട ഒരു നീതി ചെയ്യണ്ടേ. ഒരു ചോദ്യം ചോദിക്കുമ്പോഴേക്കും എന്ത് രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത്. ഒരു ജനപ്രതിനിധിക്ക് ചേർന്ന കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. സ്വാഭാവികമായും ഈ സംഭവം ഉണ്ടായി, ഇതുവരെ കേസെടുത്തില്ല. അതുകൊണ്ട് വീട്ടുകാരോട് ഇത് അന്വേഷിക്കാനും അതിൽ സാധ്യമായ കാര്യങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം. തീർച്ചയായും ഒരു ഐക്യദാർഢ്യം തന്നെയാണ്. ജനങ്ങൾക്കൊരു പ്രശ്നം, ഞങ്ങൾക്കതിൽ വേർതിരിവൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവിടെ ന്യൂനപക്ഷങ്ങളുടെ അപ്പസ്തോലനായിട്ട് അവതരിച്ച് സംസാരിക്കുക, അപ്പുറത്ത് ആക്രമണം നടക്കുക, അതിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം എന്താ വിളറി പൂണ്ടോണാ സംസാരിക്കണം എനിക്ക് മനസ്സിലാവില്ല. ഒരു MP യുടെ ഭാഗത്തുനിന്ന് ഇത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല.